നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. തീരക്കടൽ മണൽ ഖനനം ജീവനുകൾക്ക് ഭീഷണിയാകുന്നു. ചവറയിൽ കടൽ കയറി വീട് തകർന്നു. അനിയന്ത്രിതമായി തീരക്കടൽ മണൽ ഖനനം ജീവനുകൾക്ക് ഭീഷണിയാകുന്നു. ചവറയിൽ കടൽ കയറി വീട് തകർന്ന സംഭവത്തിൽ അധികൃതർ വെച്ചു പുലർത്തിയ അലംഭാവം ചോദ്യം ചെയ്ത നാട്ടുകാർ. കരിത്തുറ തീരത്തെ പരേതനായ ബിൻസിഗറിന്റെ വീടാണ് തകർന്നത്. ഇവിടെ മകൻ ഡാളനും കുടുംബവുമായിരുന്നു താമസിച്ചിരുന്നത്. കരിമണലിന്റെ നാടായ ചവറ കരിത്തുറ പ്രദേശത്താണ് ജൈവ ആവാസ വ്യവസ്ഥയുടെ നിലനിൽപ്പിനെ ചൂഷണം ചെയ്യുന്ന ഖനനം നടത്തുന്നത്. പ്രകൃതി ദുരന്തം ക്ഷണിച്ചു വരുത്തും വിധമാണ് കരിമണൽ ഖനനം തുടരുന്നത്. ഒരു വലിയ ദുരന്തത്തിൽ നിന്നാണ് കുടുംബം രക്ഷപ്പെട്ടതെന്ന് പ്രദേശവാസികൾ പറയുന്നു. ചവറ കരിത്തുറ പടിഞ്ഞാറ് ഭാഗത്താണ് ചട്ടം ലംഘിച്ച് ഖനനം നടക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് കടൽ കയറി ഒരു വീട് നിലം പൊത്തുകയും കൂടാതെ നാശനഷ്ടങ്ങൾ വന്നു ഭവിക്കുകയും ചെയ്തത്. കനത്ത കരിമണൽ ഖനനത്തെ തുടർന്ന് മാസങ്ങൾക്ക് മുൻപ് കടൽ ഇരച്ചു കയറി നാശനഷ്ടം സംഭവിച്ചിരുന്നു. ഉറച്ച മണ്ണിൽ പൂഴിമണ്ണ് നിറച്ച് ഉറപ്പിച്ച മണൽത്തിട്ട മണ്ണെടുപ്പിന്റെ ഭാഗമായി നീക്കം ചെയ്താണ് കടൽ കയറി നാശനഷ്ടം ഉണ്ടാകാൻ കാരണമായി നാട്ടുകാർ പറയുന്നത്. കടൽ തിരമാല ഇരച്ചു കയറാതിരിക്കാൻ നിർമ്മിച്ച മണൽത്തിട്ട മണ്ണെടുപ്പിന്റെ ഭാഗമായിയാണ് നീക്കം ചെയ്തത്. ഇതേ തുടർന്ന് കടൽ കയറി പാറക്കെട്ടുകൾ ഒലിച്ചു പോവുകയും വീടുകൾ തകർന്നു വീണ് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. IRA മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് വന്ന കെടുകാര്യസ്ഥതയാണ് ജീവൻ അപായപ്പെടുത്തുന്ന ഈ അപകടം ക്ഷണിച്ചു വരുത്തിയതെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. മഴ ഇടയ്ക്കിടെ പെയ്യുന്നതിന്